ഹായ് ഫ്രണ്ട്സ്, ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവല്ലായിൽ നടക്കുന്ന പുഷ്പമേള കാണാൻ നമ്മളിന്ന് വന്നിരിക്കുകയാണ്. 2024 ജനുവരി മാസം നടക്കുന്ന ഈ പുഷ്പമേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ആ കവാടത്തിലോട്ട് കടക്കുമ്പോൾ ഒരാനയെ നല്ല വൃത്തിയായിട്ട് അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെടികൾ കാണാൻ പോവാണ്. ചെടികളും പുഷ്പങ്ങളും ധാരാളമുള്ള ഒരു സെക്ഷനാണിത്. വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടും അത് ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ സംഘാടകർക്കായി പ്രത്യേകം നന്ദി അറിയിക്കും. ധാരാളം പുഷ്പങ്ങളും ചെടികളും അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ജനുവരി മാസം അവിടെ അത് ഫുള്ളായിട്ട് കാണുമെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടാതെ മറ്റനവധി കച്ചവടങ്ങളും ഫുഡ് ഐറ്റംസും പിള്ളേർക്കും വലിയവർക്കുമുള്ള മറ്റുള്ള ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കും എല്ലാം അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാവരും ഇന്ന് തന്നെ പോയി കാണുകയും ആസ്വദിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന തിരുവല്ലായിലെ 2024 പുഷ്പമേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാർഷിക വിളകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാച്ചിൽ, മഞ്ഞൾ, ചേന, അങ്ങനെയുള്ള വിവിധ ഐറ്റങ്ങൾ.
കാച്ചിലിൽ തന്നെ വിവിധ വെറൈറ്റികളിലുള്ള ഐറ്റംസ് ഉണ്ട്. മഞ്ഞളുണ്ട്, വിവിധ വെറൈറ്റി മഞ്ഞളുകൾ, അതുപോലെ തന്നെ വിവിധ വെറൈറ്റി ഐറ്റം ചേനകളുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് അതും ക്രമീകരിച്ചിരിക്കുന്നു. വളരെയധികം വിളവുകൾ നൽകുന്ന ഐറ്റംസാണത്. ഇത് പച്ചക്കറികളുടെയും ചെടികളുടെയും വിത്ത് ലഭിക്കുന്ന സ്ഥലമാണ്. വിവിധ തരം ചെടികളുടെ വിത്തുകൾ ഇവിടെ ലഭിക്കും. വിവിധ തരം പച്ചക്കറികളുടെ വിത്തുകളും ഇവിടെ മിതമായ നിരക്കിൽ ലഭിക്കുന്നതാണ്. കാർഷിക വിളകൾ വീണ്ടും നമ്മൾ കാണുകയാണ്. കപ്പ ഏതാണ്ടൊരു 2 കിൻഡലോളമുള്ള വലിയ ഒരു മൂട് കപ്പയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അത് കാച്ചിലാണ്. അത് ഒരു 10-75 കിലോ വരും. ഇത് മറ്റൊരിനം കാച്ചിലാണ്. ഏതാണ്ടൊരു 1.5 കിൻഡലോളം തൂക്കം വരും. ഇത് മറ്റൊരു തരം കാച്ചിലാണ്. പാതാള കാച്ചിൽ എന്ന് പറയും. ഇത് ചേനയാണ്, വയനാടൻ ചേന. ഒരു 40-50 കിലോയോളം വരും. ഇത് മറ്റൊരു ചേന. അങ്ങനെ കാർഷിക വിളകളാൽ വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു പുഷ്പമേളയാണ് ഇപ്പോൾ തിരുവല്ലയിൽ നടക്കുന്ന 2024 പുഷ്പമേളയോടനുബന്ധിച്ചാണ് ഈ കാർഷിക വിളകളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഇന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. ഇത് വിവിധതരം പച്ചക്കറികളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളാണ്. വിവിധതരം പൂക്കൾ പ്രത്യേക രീതിയിൽ അവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടാണ് ആ ലവ് ചിഹ്നം പൂ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. ചില്ലി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപമാണത്. മുളക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്, വറ്റൽ മുളക് കൊണ്ട്. ഇത് ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോഴിയാണ്. ഇത് പച്ചമുളകും ക്യാബേജും ക്യാരറ്റും കൊണ്ടുണ്ടാക്കിയ ഒരു പൂവൻ കോഴിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു ഈ ചിത്രങ്ങളെല്ലാം. പച്ചക്കറികൾ കൊണ്ട് ഇങ്ങനെയും ഓരോ ചിത്രങ്ങൾ ഉണ്ടാക്കാമെന്ന് ഒരു കഴുകൻ്റെ ചിത്രമാണ്. അതും വറ്റൽ മുളകും കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് തണ്ണിമത്തനിൽ തീർത്ത വരച്ച ഓരോ ചിത്രങ്ങളാണ്. മനോഹരമായ പുഷ്പങ്ങൾ വീണ്ടും ഇവിടെ അലങ്കരിച്ചിരിക്കുന്നു.
ചിത്രശലഭത്തിൻ്റെ രൂപത്തിൽ പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു അവിടെ. ഇനി നമുക്ക് വിവിധ തരം കടകളിലോട്ട് പ്രവേശിക്കാം. ഇത് ഫർണിച്ചർ നൽകുന്ന ഒരു കടയാണ്. വിവിധ തരം സോഫകൾ, അലമാരികൾ, കട്ടിലുകൾ, ബെഡ്, സോഫ, അങ്ങനെ വിവിധ തരം ഐറ്റംസ് കൊടുക്കുന്ന ഒരു കടയാണ്. വളരെ മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കുന്നതാണ്. ഓഫറൊക്കെ ഉണ്ട്. എല്ലാവരും മേടിക്കാൻ ശ്രമിക്കുക. ഇത് മസാജ് ചെയ്യുന്ന മിഷൻ വിൽക്കുന്ന ഒരു കടയാണ്. കണ്ണിന് വില 5999 ആദ്യം വാങ്ങുന്ന 50 പേർക്ക് നമുക്ക് 3000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. കുറച്ചുകൂടെ ഷുഗർ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, തലവേദന, തൈറോയ്ഡ്, ചുറ്റുവേദന, വാദം, കാൽമുട്ട് വേദന, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ് എല്ലാം നമുക്ക് 50% പോയിൻറ്റ്സിലോട്ട് പ്രഷർ കൊടുത്തിട്ടുള്ള സംഭവമാണ്. 7 അറ്റാച്ച്മെൻറ്റ് വരും. നമുക്കത് ഓയിലൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ 3 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. 2 വർഷം ഫ്രീ സർവീസ് ഉണ്ട്. തിരുവല്ല സ്റ്റാളിൽ ആദ്യം വരുന്ന 50 പേർക്ക് ആരും കാണുന്നതിൽ നമുക്ക് 3000 രൂപ ബെനിഫിറ്റ്. തിരുവല്ല സ്റ്റാളിൽ വരുന്ന ആദ്യത്തെ 50 പേർക്ക് 3000 രൂപ പ്രകാരം അത് ആ മസാജ് മെഷീൻ നൽകുന്നതായിരിക്കും എന്നാണ് അവർ അറിയിച്ചത്. ആദ്യം വരുന്നവർക്കേ ഉള്ളേ. എണ്ണയില്ലാതെ പറക്കണം അല്ലേ? ചീസ് എന്നൊക്കെ ഉരുക്കിയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിച്ചിട്ടുണ്ട്. തുടങ്ങി ഇത് കറണ്ട് കുത്തിയാൽ മതിയോ? ഏതെങ്കിലും ഒരു 3 പിൻ പ്ലഗ് കിട്ടിയാൽ ജസ്റ്റ് നമ്മളിപ്പോൾ വീട്ടിലൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ 0 ആയിരിക്കും. ഈ 3 ട്യൂബിലേക്ക് കത്താൻ വേണ്ടി എടുക്കുന്ന കറണ്ടിൻ്റെ കൺസെപ്ഷൻ കാണും. സ്റ്റാർട്ടിങ് 1.2 വന്നതിന് ശേഷമാണ് 0.9 നമുക്കിപ്പോൾ ഇത്രയും കറണ്ടിൻ്റെ ആവശ്യമില്ല. അധികമായിട്ട് കറണ്ടെടുത്താണ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റ് ലൈനിലേക്ക് വരുമ്പോൾ അതിനാവശ്യമായ കറണ്ട് മാത്രം. ഇതുപോലെ നമ്മുടെ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന APS ഏതെങ്കിലും ഒരു 3 പിൻ പ്ലഗിൽ കുത്തിയാൽ മതിയെന്ന് പറയുന്നതിൻ്റെ കാര്യം അതിപ്പോൾ സിംഗിൾ ഫേസ് ആയിരുന്നാലും 3 ഫേസ് ആയിരുന്നാലും 3 കോമൺ ആയി വീട്ടിൽ ഏതെങ്കിലും ഒരു 3 പിൻ പ്ലഗ് കൊടുത്തിട്ട് ഓൺ ചെയ്താൽ മതി. 3 ഉപയോഗമാണ്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡെമോക്ക് വെച്ചു ഡെമോക്ക് വെച്ചിട്ട് വീട്ടിന് പകരം വെച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടി ഷാജാൻസ് കിച്ചൺ. എണ്ണയില്ലാതെ പറഞ്ഞിട്ടുള്ള ചപ്പാത്തി, മട്ടിത്ത, ദോശ, ഓംലെറ്റ്, മുട്ട, മീൻ, ചിക്കൻ ഓംലെറ്റും പൊരിക്കാൻ വരും. എല്ലാം ചെയ്യും.
എണ്ണ വേണ്ട അല്ലേ? എണ്ണ വേണം. എണ്ണ വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. എന്താ വില അതിന്? ഇത് 2,900. കടയിൽ പോയി വാങ്ങിച്ചാൽ 3,900. ഓഫറില്ല അല്ലേ? എക്സ്ചേഞ്ച് ആണ് സാറേ. പഴയ സമയം കൊടുത്താൽ 1000 രൂപ കുറയും. ആ, പഴയ മിക്സിയോ ഫാനോ കുക്കറോ ചപ്പാത്തി കേക്കറോ കൊടുത്താൽ കുറയും. കുറയും. ഏത് പഴയതായാലും മതി. ഏത് പഴയത് കൊണ്ട് പത്തെണ്ണം ചെയ്യിപ്പിക്കും. കാരണം ഞാൻ ഒരുപാട് ഒരു ഓൺലൈനിൽ കടയിൽ വാങ്ങുന്ന ഇതാണ്. ഇത് ചപ്പാത്തി പരക്കത്തില്ല, കട്ടിയായിട്ട് വെളിയിലോട്ട് പോകും. ഇതാകുമ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടേ പറയൂ. 200 ചപ്പാത്തി വേണോ? എന്താ പൊടി വലിക്കുന്നത്? ഇത് മാത്രം മതിയോ? അതിൻ്റെ സാധനങ്ങളല്ലേ? എന്താ വില അതിന്? അതെ. ഇപ്പം ഈ വിവിധ തരം അലുവകൾ കിട്ടുന്ന ഒരു കടയാണ് കോഴിക്കോടൻ തലശ്ശേരി അലുവ. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വളരെ രുചികരമായ അലുവകൾ വളരെ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് മേടിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഇതെന്താ വില? 400 അല്ല? ആ, പല വരാം. വൃത്തിയാക്കാം സാറേ. വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാം, മോട്ടറൊക്കെ നോക്കാം. ചൂട് പിടിക്കണം അല്ലേ? ഇതെന്താ? അത് മസാജ്. എന്താ വില ഇത്? 350. പൊടി അടിക്കുന്നല്ലേ? നോക്കാം ഡേജി, ചെറുതാക്കാനും വലുതാക്കാനും പറ്റും.
വിവിധതരം വെറൈറ്റിയിലുള്ള അച്ചാറുകളുടെ ലഭ്യമാണ്. എല്ലാ ഫ്രൂട്ട്സിൻ്റെയും എല്ലാ ഐറ്റംസിൻ്റെയും പച്ചക്കറികളുടെയും അച്ചാറുകൾ ഇവിടെ വളരെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. ടേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് മേടിക്കാവുന്നതാണ്. അച്ചാറുകളുടെ ഒരു സാഗരം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കും. ഇത് മധ്യപ്രദേശിൽ നിന്നുള്ള ഖാദി ഗ്രാമ സംരംഭമാണ്. അവിടുത്തെ ആദിവാസികൾ ഉപയോഗിക്കുന്ന വിവിധതരം മരുന്നുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വിവിധതരം ഐറ്റങ്ങൾക്കുള്ള പച്ചമരുന്നുകൾ അവിടെ ലഭ്യമാണ്. वो आदिवासी का है, आदिवासी हेयर ऑयल कितना है बोतल का? 1500 1500. ഇവിടെ കമ്പാലല്ല ഈ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ടല്ലേ ആദിവാസി ഹെയർ അതേ എണ്ണാണ്. ഇത് സ്ത്രീം എന്നും തേച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ. ആഴ്ചക്ക് 2 വർഷം വേണ്ടി 3 ബോട്ടിൽ മാസം. छोटा ना सब्जा वाला ചെറുതുണ്ടല്ലോ സർ 800 800. തിരക്കി പൊടിക്ക് उसका कम नहीं है. നമ്മുടെ 500 वाला 500. वो कितना 500 अरे ml कितना? बस इसमें 3 ऑयल मिक्स है. 3 ऑयल बोलने से जो बाल रंग झड़ जाता है नए से रिग्रोथ होने वाला है. ये बोलने से छोटा छोटा बाल उभर करेगा, डैंड्रफ नहीं रहेगा, लंबा बाल. ये सफेद बाल झड़सेगा. ऐसा 3 ऑयल इसके अंदर. थोड़ा सा तेल लेने का, बालों के जड़ में लगाने का, 1 घंटा आधा घंटा रहता है. हफ्ते में 2 बार लगाओ और 3 घंटे लगाने से नया बाल रिग्रोथ होगा, मजबूत ठंडा होकर बाल बढ़ाने वाला ऑयल. वो छोटा क्या है? ये दर्द का नहीं 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 वो ये लहसुन हाँ. का तेल. सर दर्द का हाँ, रहता है हाँ. तो टेबल लीजिए. ऐसा करके सुनो गफर गफर ये चला जाएगा. ये लहसुन का तेल है, काटून लीजिए. लहसुन का? अब कट्टे जरा दो सब कड़क वाला कोड़िया ला. वो कितना है? 150. 150. अंडे वाली जो തലവേദന ഉണ്ടോ സർ? ഒരു സെക്കൻഡിൽ തലവേദന. 2 ചന്തിമ പരട്ടി മൂക്കിലെ മനസ്സിൽ തലവേദന, മൂക്കടപ്പ്, കഫക്കെട്ട്. സാറേ നിങ്ങൾക്ക് കേൾക്കാല്ലേ സർ? ക്യാരറ്റ് മുടി ഉണ്ടോ? ശ്വാസമില്ല ഫ്രീ തറ പിടിച്ച മുടിയായിട്ട് പൈസ തരുമോ? നിങ്ങൾ യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ടല്ലേ ആദിവാസി ഹെയർ ഓയിൽ? അതേ എണ്ണാണ് ഇത്. കമ്പനി ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ സ്ത്രീ പ്രത്യേകത ഓയിലാണ്. ആഴ്ചക്ക് 2 വർഷം വേണ്ടി 1 ബോട്ടിൽ 3 മാസം. ഒരു ബോട്ടിൽ 3 മാസം ഉണ്ട് തീർക്കും. आदिवासी हेयर ऑयल कोई से 4 रुपए रहेगा. मैं आता हूँ अभी आता हूँ.
എന്താ വില ഇത് കിലോ? ആ കിലോ 100. അത് പാക്ക് ചെയ്ത് വെച്ചേക്കാണോ? കാക്കിലേ? വരാം, കറങ്ങി വരാം. ഇവിടെ എന്തോ പാലക്കാടൻ കൽപ്പാത്തി പപ്പടമൊക്കെ ചക്കപ്പൊടിയും ചൗവരിയാണ്. ചക്കപ്പൊടിയും ചൗവരി കാരവും മൈദ ഒന്നും ചേരുന്നത്. പാലക്കാട് കൽപ്പാത്തി പപ്പടം ചക്കപ്പൊടിയും ചൗവരിയും ഈ 2 ഐറ്റം ചേരുന്നുള്ളൂ അല്ലേ? എല്ലാത്തിനും അതിനകത്ത് പിന്നെ ആഡ് ചെയ്യുന്നത് മിക്സ് ചെയ്യുന്നത് എല്ലാവരും മിക്സ് ചെയ്തായിട്ട് 8 ഐറ്റം മിക്സ് ചെയ്ത് നല്ല ഐറ്റമാണ്. ചായ കൂടെയൊക്കെ വറുത്ത് കഴിക്കും. ഞാൻ വരാം കറങ്ങുക. അതിനെത്ര ഒരു പാക്കറ്റ്? വരാം കേട്ടോ. പപ്പടമൊക്കെ മേടിക്കാം. പാലക്കാട് കൽപ്പാത്തി വീട്ടിൽ ഗ്യാസ് ലീക്കേജോ തീപിടുത്തുണ്ടാവില്ല. ഓട്ടോമാറ്റിക് ഗ്യാസിൻ്റെ അളവ് തന്നെ അറിയാൻ പറ്റും. ഓഫ് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് പോകും. ഇതെന്ന് വെച്ചാൽ ഗ്യാസ് സേഫ്റ്റി ആണ്. ഗ്യാസിൻ്റെ അളവ് അറിയാം. എന്നാൽ ലീക്കേജ് തീപിടുത്തുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് പോകും. നമ്മുടെ വീട്ടിലുള്ള സിലിണ്ടറിൻ്റെ മേളിൽ വയ്ക്കാം. അത് ഭാരത ഇന്ത്യൻ ഏത് സിലിണ്ടറിൻ്റെ മേളിലും നമുക്ക് വയ്ക്കാൻ പറ്റും. ഇതുപോലെ ഇത് ഊരിയെടുക്കാനും സാധാ റെഗുലേറ്റർ. ഇത് നമ്മുടെ വീട്ടിലുള്ള സിലിണ്ടറിൻ്റെ മേളിൽ ഇതുപോലെ ഇങ്ങനെ വയ്ക്കും. ഇതിൻ്റെ മേളിലാണ് നമ്മുടെ സാധാ റെഗുലേറ്റർ വരുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് സിലിണ്ടർ ഉപയോഗിക്കുക. അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പറ്റും. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് ഗ്യാസിൻ്റെ അളവ് അറിയണമെങ്കിൽ ഈ വീട്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഗ്യാസിൻ്റെ അളവ് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ബുദ്ധിയിലുള്ള ഗ്യാസിൻ്റെ അളവാണ്. കാലിയാകുമ്പോൾ റെഡിൽ വരും. ഇനി നമ്മൾ ഈ കത്തിക്കുന്ന സമയത്ത് വെള്ളം തിളച്ചോ അല്ലെങ്കിൽ പാല് തിളച്ച് പറഞ്ഞോ എന്തെങ്കിലും കാരണവശാൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അണഞ്ഞു പോയാൽ നമ്മുടെ വീട്ടിലുള്ള സാധാ റെഗുലേറ്റർ 70% ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ഇത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തില്ല, ബർണറിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും. 15 മിനിറ്റ് ട്യൂബിലെ ഗ്യാസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ്. അതുകൊണ്ട് 70% ഗ്യാസ് നമുക്ക് സേവിങ്സ് ആണ്. ഇപ്പോൾ അണഞ്ഞിട്ട് 2 സെക്കൻഡ് കത്തിക്കുമ്പോൾ ആൾക്ക് എത്തുന്നത് ഒരിക്കലും പുറത്തേക്ക് വരത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ കത്തി പിടിക്കുമ്പോൾ ഇളവേ മുറിവുകളൊക്കെയാണ്. ആ മീറ്റർ നോക്കണം. ആ മീറ്റർ ശ്രദ്ധിച്ചാലും അറിയാം. ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയി ഒരു തുള്ളി ഗ്യാസ് വരുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെ ഒരു തീപിടുത്തം ഉണ്ടായാലും ഒരിക്കലും നമുക്ക് വെള്ളം ഒഴിച്ച് അണയ്ക്കാൻ പറ്റുന്ന എല്ലാ ഗ്യാസ് ഒരു സെക്കൻഡ് മതി. നമ്മുടെ വീട്ടിൽ തീപിടുത്തം ഇതുപോലെ തീപിടുത്തം ഉണ്ടാകും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് ഇതെന്താ പൂട്ടാ
അതിനെന്തോ വില? 120. കോടി കാപ്പി അതെന്തോ? കുപ്പിക്ക് എന്താ വില? കുപ്പിക്ക് എന്താ വില? ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈർക്കൽ കൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വെറും ഈർക്കൽ, തെങ്ങിൻ്റെ ഈർക്കൽ കൊണ്ടാണ് ഇത് മൊത്തം ഈ ചിത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടത് ചെയ്തിരിക്കുന്നു. നമ്മളുടെ വെറും നിസ്സാരപ്പെട്ട ഈർക്കൽ കൊണ്ട് ഇത്രത്തോളം മനോഹരമായ രൂപങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. നമുക്കതും കാണാനുള്ള അവസരം ഇവിടെ ഉണ്ട്. എല്ലാവരും കാണാൻ ഇന്ന് തന്നെ ശ്രമിക്കണേ. ഇത് വിവിധതരം മസാലകൾ, പൊടിക്കാത്ത മസാലകൾ ഇവിടെ ലഭ്യമാണ്. മസാലകൾ നിരക്കിൽ എത്ര വേണമെങ്കിലും മസാലയുണ്ട്. മസാലകൾ ഇവിടെ ലഭ്യമാണ്. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പൊടിച്ച് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ നല്ല ഒറിജിനൽ സാധനമാണ്. എന്താ ഉമിക്കരിയോ? ഞാൻ ഉമിക്കരി പോലെ തോന്നിയാൽ ആണോ? എന്താ വിലയാ ഒരു പാക്കറ്റ്? 50 രൂപ. ആ ഇതെന്താ അച്ചാറല്ലേ? ചമ്മന്തിപ്പൊടി അങ്ങനെ റേറ്റ്? ആക്കിന് 100. കാറുകളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാറുകൾ മേടിക്കാനുള്ള അസുലഭ അവസരങ്ങളാണ്. പ്രയോജനപ്പെടുത്തുന്നത്. ഇനിയാണ് ഫുഡ് കോർട്ടിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. വിവിധതരം ഫുഡ് ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുകയാണ്. മലപ്പുറംകാരുടെയും തിരുവല്ലക്കാരുടെയും തിരുവനന്തപുരക്കാരുടെയും എല്ലാ ദേശത്തുള്ളവരുടെയും വിവിധതരം ഫുഡുകൾ ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. വളരെ രുചികരമായ ഐറ്റംസാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുമാണ്. എല്ലാവരും ടേസ്റ്റുകൾ അറിയുകയും മേടിച്ച് കഴിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
ഇതെന്താ കോഴിയോ? चिकन सुक्का एक पतली चिकन ഇത് കണ്ടിട്ട് വേണം ആൾക്കാർ വരാൻ. കപ്പ ബിരിയാണി അല്ലേ? പ്ലേറ്റിന് എന്താ വില? പ്ലേറ്റിന് 140. ബീഫിൻ്റെ കോഴിയുടെ ഇല്ലല്ലോ അല്ലേ? പാലപ്പൻ ചപ്പാത്തി എല്ലാം കൊള്ളാം. ആ ഇന്ന് എന്തോ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ആ തീർന്നോളൂ, ആള് വരാൻ തുടങ്ങുന്നില്ല. ഇനി 11 മണി വരെ. അതെന്താ ചേച്ചി? പാൽക്കപ്പയോ? പിടി. ആ ഇതെന്തുവാ? ഇതിൻ്റെ പഴംപൊരി ബീഫ് റോസ്റ്റ് ബോട്ടി അല്ലേ? ബീഫ്. പഴംപൊരി ബീഫ് റോസ്റ്റ്. ഇതെന്താ കൊഞ്ചോ? മീൻകറിയോ? ഫ്രൈഡ് റൈസ് അല്ലേ? കാണുമ്പോൾ തന്നെ ഇതെന്താ ചേച്ചി? ആ ഫ്രൈഡ് റൈസ്. അതെന്താ? ഇറച്ചി. ഇറച്ചി. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി. लेची बोला बहुत है, देखो 6 फुट की लेची बोला। और हाँ വിവിധ തരം റൈഡുകൾ ഇവിടെ ഉണ്ട്. കൊച്ചു പിള്ളേർക്കും വലിയവർക്കും വിനോദത്തിനും ഉള്ള എല്ലാ റൈഡുകളും ഇവിടെയുണ്ട്. ജോയിൻ്റ് വീല്, മരണക്കിണർ, ഡ്രാഗൺ ട്രെയിൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെയുണ്ട്. വലിയ ആൾക്കാർക്കും കൊച്ചു പിള്ളേർക്കുമുള്ള പ്രത്യേക ഐറ്റങ്ങളുമുണ്ട്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാവരും ഇന്ന് തന്നെ വന്ന് കാണുകയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ഷാജാൻസ് കിച്ചൺ എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുകയും ചെയ്യുക.